ഹായ് കൂട്ടുകാരെ, ഞാനിന്നിവിടെ വച്ചേക്കുന്നത് എന്താണെന്നുണ്ടോ? ചപ്പാത്തി. രാവിലെ ഉണ്ടാക്കിയതിൻ്റെ ബാക്കി വന്ന ചപ്പാത്തിയാണ്. അപ്പോൾ ഇതിനിവിടെ വേസ്റ്റായി പോവും, ആർക്കും കഴിക്കാൻ ഇഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ട് അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇതൊന്ന് ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ചപ്പാത്തി എടുത്തിട്ടുണ്ട്. പിന്നെ രണ്ട് വലിയ സവാള, തക്കാളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ചില്ലി ഫ്ലെക്സ്, 3 മുട്ട. അപ്പോൾ ഇതെല്ലാം ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെന്താ ചെയ്യാൻ പോകുന്നതെന്ന് നോക്കാം. അതിനു മുമ്പ് നമുക്ക് ഈ ചപ്പാത്തി ഒന്ന് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് പൊടിക്കണം. ഇനി നമുക്ക് പൊടിച്ചിട്ട് വരാം. ഇപ്പോൾ ചപ്പാത്തി ഞാനിവിടെ മിക്സിയിലിട്ട് നല്ലവണ്ണം പൊടിച്ച്, നല്ലവണ്ണം അല്ല, ഇതേ രീതിയിൽ പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പാചകത്തിലോട്ട് കിടക്കാം. ഇവിടെ ഞാൻ പാത്രം സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. നമുക്കതിനകത്തേക്ക് കുറച്ച് എണ്ണ ഒഴിക്കാം. എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഞാൻ കടുക് ഇട്ടിട്ടുണ്ട്. കടുക് പൊട്ടുന്നുണ്ട്. നമുക്ക് ഇതിനകത്തേക്ക് 2 വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. വറ്റൽമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. കറിവേപ്പില ആദ്യമേ ഞാൻ ഇട്ട്, സവാളയും ഞാൻ അതിനകത്തോട്ട് ഇട്ടിട്ടുണ്ട്. ഇനി 2 പച്ചമുളകുണ്ട്, അതുകൂടെ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. ആകട്ടെ, കുറച്ച് ഉപ്പൂടെ നമുക്ക് അതിനകത്ത് ഇട്ട് കൊടുക്കാം. ചപ്പാത്തിക്കകത്ത് ഉപ്പുണ്ട്, അതുകൊണ്ട് അതനുസരിച്ച് വേണം ഉപ്പിടാൻ. ഉപ്പൂടെ ഞാൻ ചേർത്തിട്ടുണ്ട്. തക്കാളിയും കൂടെ ഇതിനകത്തോട്ടിടാം. ഇത് ഒന്ന് വാടട്ടെ. ഇനി നമുക്ക് ഇതിനകത്തേക്ക് പൊടികൾ ചേർക്കാം. ഞാൻ എടുത്ത് വെച്ചിരുന്ന മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടിയും കൂടെ ഞാനകത്ത് പൊടിയാണ്. ഞാൻ ഇതിനകത്ത് മഞ്ഞൾപ്പൊടിയും കുരുമുളകും കൊടുത്തിട്ട് നമ്മുടെ ചില്ലി ഫ്ലെക്സ് കുറച്ചേ ഇടുന്നുള്ളൂ, എരിവാണ്. കുരുമുളക് പൊടി ഇട്ടില്ലേ, അപ്പം ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് 3 മുട്ട ഇതിനകത്തോട്ട് പൊട്ടിച്ചൊഴിക്കാം. ഞാൻ 3 മുട്ട ഇതിനകത്തോട്ട് പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഇതിനകത്തേക്ക് ഇത് നമുക്ക് ആക്കി മുട്ട തോരൻ പോലെ ആക്കിയെടുക്കണം. മുട്ടത്തോരൻ. അപ്പോൾ നമുക്ക് അങ്ങനെ ആക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ മുട്ട തോരൻ കണക്കായിട്ടുണ്ട്. ഈ മുട്ടത്തോരൻ ഇനി നമുക്ക് ചപ്പാത്തി തോരനാക്കണം. ഒന്നുകൂടെ ഒന്ന് വെള്ളമൊക്കെ തോർന്ന് വരട്ടെ. ഇനി നമുക്ക് ഈ തോരനല്ല, നമുക്ക് ഈ ചപ്പാത്തി പൊടിച്ചതിനകത്തോട്ട് ചേർക്കാം. ചേർത്തിട്ടുണ്ട്. തീ ഞാൻ കുറച്ച് വയ്ക്കുകയാണ്. നമുക്കിത് നന്നായിട്ട് ഇളക്കാം. നോക്കേ, നല്ല മുട്ടയുടെ ടേസ്റ്റും ചപ്പാത്തിയുടെ ടേസ്റ്റും ഉള്ളിയെല്ലാം ഇട്ടിട്ട് നല്ല മണവും വരുന്നുണ്ട്. അപ്പോൾ ഇത് ആർക്കും വേണ്ടാന്ന് പറഞ്ഞുകൊണ്ട് വെച്ചിരുന്ന ചപ്പാത്തിയാണ്. ഇപ്പോൾ നോക്കിക്കോ, എല്ലാവരും ഇത് കഴിക്കും. അപ്പോൾ അധികം വരുന്ന ചപ്പാത്തിയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളും ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കൂ. അപ്പോഴും നമ്മുടെ ചപ്പാത്തി ഉണക്ക ചപ്പാത്തി എന്നൊന്നും പറയില്ല. അപ്പോൾ എല്ലാവരും കഴിക്കും. അപ്പോൾ ഇതുപോലെ നിങ്ങളും ഒന്ന് ഉണ്ടാക്കി നോക്കുക. നല്ല ടേസ്റ്റാണ്, നല്ല മണമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചപ്പാത്തി തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്.